സബ്സ്ക്രൈബേഴ്സ് ക്വസ്റ്റ്യൻ സീരീസിലെ മൂന്നാമത്തെ വീഡിയോയാണിത്. സോ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ്. ഇത് പൈത്തോൺ വീഡിയോയുടെ താഴെ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പൈത്തോൺ ഉപയോഗിച്ചാണ് ഇത് സോൾവ് ചെയ്യുന്നത്. സോ ഇതിൽ ചോദിച്ചിട്ടുള്ളത് നമ്മൾ ഒരുപാട് വാക്കുകൾ എൻ്റർ ചെയ്യുന്നു. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവസാനമായി നമുക്കതെല്ലാം ആൽഫബറ്റ് ഓർഡറിൽ നമുക്കത് ലഭിക്കണം. ആ ഒരു പ്രോഗ്രാം എങ്ങനെ ചെയ്യാമെന്നാണ് ഈ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് വളരെ ഈസിയായി ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നമുക്ക് ആ കാര്യം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് VS കോഡ് ഓപ്പൺ ചെയ്യാം. സോ VS കോഡ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ആദ്യം നമ്മുടെ കൺസോളിൽ നമ്മുടെ വേർഡ് എൻ്റർ ചെയ്യണം. അത് നമുക്കൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം. സോ നമ്മുടെ യൂസറിൽ നിന്ന് നമുക്ക് ഇൻപുട്ട് എങ്ങനെ റിസീവ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മളിവിടെ ഇൻപുട്ട് വേർഡ്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, ഇൻപുട്ട് വേർഡ്സ്. സോ നമുക്ക് ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് റിസീവ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ എൻ്റർ വേർഡ്സ് സെപ്പറേറ്റഡ് ബൈ സ്പേസ് എന്ന് കൊടുക്കാം. സോ നമുക്ക് എത്ര വേർഡ്സ് വേണമെങ്കിലും എൻ്റർ ചെയ്യാം. നമ്മൾ ആ വേർഡുകൾ തമ്മിൽ നമ്മളൊരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്നും സെപ്പറേറ്റ് വേർഡായിട്ടായിരിക്കും നമ്മുടെ ഈ പ്രോഗ്രാം പരിഗണിക്കുന്നത്. സോ നമുക്കത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻറ്റ് ഇൻപുട്ട് വേർഡ്സ് പ്രിൻറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോടിവിടെ എൻ്റർ വേർഡ് സെപ്പറേറ്റഡ് ബൈ സ്പേസ് എന്ന് ചോദിക്കും. സോ നമ്മളിവിടെ ടൊമാറ്റോ, ഒനിയൻ, കാബേജ്, ഗ്രേപ്സ് എന്ന് കൊടുക്കാം. ഗ്രേപ്സ് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാല്യൂ ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഇൻപുട്ട് വേർഡ്സ് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിലാണ് വാല്യൂ ഉള്ളത്. പക്ഷേ ഇത് ബേസിക്കലി ഇപ്പോൾ ഒരു സ്ട്രിങ് ആണ്, ഒരൊറ്റ വേർഡായിട്ടാണ് നമുക്കിത് നമ്മുടെ പ്രോഗ്രാം ഇതിനെ കാണുന്നത്. സോ നമുക്കിതിനെ ഓരോ വേർഡിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് സെപ്പറേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ നമ്മളുടെ ഇൻപുട്ട് വേർഡ്സ് ഡോട്ട് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ ഉപയോഗിക്കുന്നു. സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ സ്പേസ് കൊടുത്ത് എൻ്റർ ചെയ്ത ഓരോ സ്ട്രിങ്ങും ഓരോ വേർഡ്സും നമുക്ക് സെപ്പറേറ്റ് വേർഡായിട്ട് നമുക്കൊരു ലിസ്റ്റിൽ ഇത് സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്കിതിനെ മറ്റൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം. സോ വേർഡ്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം. സോ ഈ വേർഡ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ലിസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഈ ലിസ്റ്റിനുള്ളിൽ നമ്മൾ എൻ്റർ ചെയ്ത സ്പേസ് കൊടുത്ത് എൻ്റർ ചെയ്ത വാല്യൂ ഓരോ വേർഡ്സ് ആയിട്ട് ആ ലിസ്റ്റിനുള്ളിൽ ഉണ്ടായിരിക്കും. സോ നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വേർഡ്സ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത് നോക്കാം. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ ഒരു കോളൻ കൊടുക്കാം. സോ സേവ് ചെയ്യാം. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ വേർഡ്സ് സെപ്പറേറ്റഡ് ബൈ സ്പേസ് എന്ന് നമ്മളോട് ചോദിക്കും. സോ നമ്മളിവിടെ ഒനിയൻ, ടൊമാറ്റോ, കാബേജ്, ആപ്പിൾ, ക്യാരറ്റ് എന്ന് കൊടുക്കാം. എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലിസ്റ്റ് ഇവിടെ ലഭിക്കും. വേർഡ്സ് എന്ന് പറയുന്ന ലിസ്റ്റാണ്. ആ ലിസ്റ്റ് നമുക്കിവിടെ ലഭിച്ചു. ഒനിയൻ, ടൊമാറ്റോ, കാബേജ്, ആപ്പിൾ, ക്യാരറ്റ്. നമ്മൾ എൻ്റർ ചെയ്ത വേർഡ്സ് നമുക്കൊരു ലിസ്റ്റായിട്ട് സെപ്പറേറ്റ് വേർഡ്സ് ആയിട്ട് നമുക്കിപ്പോൾ ലഭിച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് സോർട്ട് ചെയ്യുകയാണ്. വളരെ ഈസിയായി നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. സോ ലിസ്റ്റിൻ്റെ സോർട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് ഉപയോഗിച്ചാൽ മതി. സോ നമ്മളിവിടെ വന്നതിന് ശേഷം വേർഡ്സ് ഡോട്ട് സോർട്ട് എന്ന് കൊടുക്കുന്നു. വേർഡ്സ് ഡോട്ട് സോർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ സേവ് ചെയ്യാം. സോ നമുക്ക് ക്ലിയർ ചെയ്ത ശേഷം ഒന്നും കൂടി നമുക്ക് റൺ ചെയ്യാം. സോ നമ്മളിവിടെ ഒനിയൻ, ടൊമാറ്റോ, ആപ്പിൾ, ക്യാരറ്റ്, കിവി, ഗ്രേപ്സ് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ലഭിച്ച ലിസ്റ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ എൻ്റർ ചെയ്ത വേർഡ്സ് ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ട് ചെയ്തിട്ടുള്ളൊരു ലിസ്റ്റാണ് നമുക്ക് ഇവിടെ ലഭിച്ചത്. സോ നമ്മൾ എൻ്റർ ചെയ്തത് ഒനിയൻ, ടൊമാറ്റോ, ആപ്പിൾ എന്നായിരുന്നു. സോ നമുക്ക് ലഭിച്ചത് ആപ്പിൾ, ക്യാരറ്റ്, ഗ്രേപ്സ്, കിവി, ഒനിയൻ, ടൊമാറ്റോ ആൽഫബറ്റിക് ഓർഡറിലാണ് നമുക്കിവിടെ ലഭിച്ചത്. സോ നമുക്ക് ഇനി 1 by 1 ആയി പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ വളരെ ഈസിയായി നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. സോ നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ചാൽ മതി. സോ നമുക്ക് തൽക്കാലം പ്രിൻ്റ് എന്ന് പറയുന്ന മെത്തേഡ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. സോ നമ്മളിവിടെ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നു. ഫോർ വേർഡ് ഇൻ വേർഡ്സ്. സോ നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത് പ്രിൻറ്റ് വേർഡ് എന്ന് കൊടുക്കാം. സോ നമ്മൾ ഓരോ വേർഡും ഇത് പ്രിൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പൈത്തോൺ ട്യൂട്ടോറിയൽ നമ്മൾ പഠിച്ചതാണ്. ഫോർ ലൂപ്പും കാര്യങ്ങളൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. സോ നമ്മൾ ക്ലിയർ ചെയ്ത ശേഷം നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാം. സോ നമുക്ക് നമ്മുടെ വേർഡ്സ് എൻ്റർ ചെയ്യാം. ഒനിയൻ, ടൊമാറ്റോ, കാബേജ്, ആപ്പിൾ, കിവി, പൈനാപ്പിൾ. സോ ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സോർട്ട് ചെയ്തിട്ടുള്ള ലിസ്റ്റ് വേർഡ്സ് നമുക്കിവിടെ ഇതുപോലെ പ്രിൻ്റ് ലഭിക്കുന്നതായിരിക്കും. ആപ്പിൾ, കാബേജ്, കിവി, ഒനിയൻ, പൈനാപ്പിൾ, ടൊമാറ്റോ. ഈ ഒരു രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ പ്രോഗ്രാം ചെയ്യാവുന്നേ ഉള്ളൂ. വെറും 5 ലൈൻ കോഡ് എഴുതിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തത്. സോ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.